പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. നമുക്ക് ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് ഒരു അധ്യായം വായിക്കാം. 1 കൊരിന്ത്യർ 13 അധ്യായത്തിൻ്റെ അതിൻ്റെ 13 വാക്യം. ആകയാൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഇവ 3 നിലനിൽക്കും, ഇവയിൽ വലുതോ സ്നേഹം. ആമേൻ. 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 13 അധ്യായം അതിൻ്റെ 13 വാക്യം തന്നെ. ആകയാൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഇവ 3 നിലനിൽക്കും, ഇവയിൽ വലുതോ സ്നേഹം. ഇന്ന് നാം കാണുന്നത് എന്ത് നാം കാണുവാൻ ആഗ്രഹിക്കുന്ന നമ്മൾ ഇന്ന് സ്നേഹത്തിന് വേണ്ടി ആഗ്രഹിക്കുമ്പോൾ അതില്ലാതെ വരുന്നതും സ്നേഹമാണ്. ഈ ലോകത്തിൽ നഷ്ടമായിക്കൊണ്ടിരിക്കുന്നത് സ്നേഹമാണ് പ്രിയമുള്ളവർ. അത് വീടുകളിലായിക്കോട്ടെ, അല്ലെങ്കിൽ ബന്ധുമിത്രാദികളിലായിക്കോട്ടെ, അല്ലെങ്കിൽ ചുറ്റുപാടുകളിലായിക്കോട്ടെ, എവിടെയും ഇന്ന് സ്നേഹം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കളുടെ ഇടയിൽ പോലും സ്നേഹങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ നാം ഈ നാളുകളിൽ ദൈവം നമുക്ക് തന്ന ആ വിലയേറിയ ആയുസ് അതെപ്പോൾ നമ്മളിൽ നിന്ന് പോകുമെന്ന് പറയാൻ നമുക്ക് ആർക്കും സാധ്യമല്ല. എന്നാൽ ജീവിക്കുന്ന കാലം നമുക്ക് സന്തോഷത്തോടെ, സമാധാനത്തോടെ, സ്നേഹത്തോടെ, ഐക്യതയോടെ നമുക്ക് ജീവിക്കാൻ ദൈവം അവിടുന്ന് കൃപ തരണമെന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പലപ്പോഴും നാം പരസ്പരം ഐക്യമില്ലാത്ത അവസ്ഥകളിലൊക്കെ അനേകർ കാണുമ്പോൾ, സ്നേഹമില്ലാത്ത അവസ്ഥകൾ അനേകരിൽ കാണുമ്പോൾ ഈ ലോകം നമുക്ക് ശാശ്വതമല്ലെന്ന് ചിന്തിക്കാതെ മുൻപോട്ടുള്ള യാത്ര ചെയ്യുമ്പോൾ, ദൈവത്തെ മറന്നുകൊണ്ട് ഈ നാളുകളായിരിക്കുമ്പോൾ പരസ്പര സ്നേഹം, ആത്മാർത്ഥ സ്നേഹം ഇന്നില്ല ആർക്കും. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അത് ദൈവിക സ്നേഹമില്ലാത്തത് കൊണ്ടാണെന്ന് നമുക്ക് പറയുവാൻ സാധിക്കും. മനുഷ്യർക്ക് പരസ്പരം തമ്മിൽ സ്നേഹമില്ല. കലഹം, പക, വിദ്വേഷം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനുഷ്യനിൽ കടന്നുകൂടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾക്ക് പരസ്പര സ്നേഹത്തോടെ, വിശ്വാസത്തോടെ, പ്രത്യാശയോടെ നമുക്കായിരിക്കാം ദൈവമക്കളെ. അതുമാത്രമേ ഉള്ളൂ നമുക്ക് ഈ ലോകത്തിൽ കൊണ്ടുപോകാനുള്ളത്. നമുക്ക് പുകഴുവാനോ പ്രശംസിപ്പാനോ ഒന്നുമില്ല ഈ ലോകത്തിൽ. ദൈവസന്നിധിയിൽ അല്ലാതെ നമുക്കൊന്നും പുകഴുവാനില്ല. അതുകൊണ്ട് നാം ഈ നാളുകളിൽ വിശ്വാസം, സ്നേഹം, പ്രത്യാശ ഇവ 3 ഈ ലോകത്തിൽ നിലനിൽക്കുമ്പോൾ ഇവയിൽ ഏറ്റവും വലുത് സ്നേഹമാണ്. നമുക്ക് പരസ്പര സ്നേഹത്തോടെ, ഐക്യതയോടെ നമുക്ക് ക്ഷമിച്ചുകൊണ്ട്, സഹിച്ചുകൊണ്ട് മുൻപോട്ട് യാത്ര ചെയ്യാം. അതുമാത്രമേ ഈ ലോകത്തിൽ നമുക്ക് കരുതുവാനുള്ളൂ. സ്വർഗത്തിലെ ദൈവം നമ്മെ സ്നേഹിച്ച ആ സ്നേഹത്തെ നമുക്ക് മുറുകെ പിടിച്ചുകൊണ്ട് നമുക്ക് മുമ്പോട്ട് യാത്ര ചെയ്യാം. പലപ്പോഴും നമുക്ക് പല സാഹചര്യങ്ങളിൽ കൂടി നാം കടന്നു പോകുമ്പോൾ, പല ബുദ്ധിമുട്ടുകളിൽ കടന്നു പോകുമ്പോൾ, പ്രയാസങ്ങളിൽ കടന്നു പോകുമ്പോൾ അതൊന്നും സാധിക്കാത്ത അവസ്ഥകളൊക്കെ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നേക്കാം. എന്നാൽ അതിൽ നിന്നൊക്കെ ഈ സ്വർഗത്തിലെ ദൈവം നമ്മെ സ്നേഹമുള്ളവരാക്കി തീർക്കേണ്ടതിന് നമുക്ക് ഓരോരുത്തർക്കും ഈ വചനഭാഗം ചിന്തിച്ച് നമുക്കായിരിക്കാം. ദൈവം നമ്മളെ ഓരോരുത്തരെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു.